ഇതിന്റെ ചരിത്രങ്ങൾ അനവധി കാര്യങ്ങൾ പലതും പല പുസ്തക രേഖകളിലുണ്ടെങ്കിൽ അത് അന്നത്തെ കാലത്ത് അവരുടെ അതാത് ഭരണാധികാരികൾക്ക് അന്നത്തെ സമയത്ത് വൈസ്രോയികളായിരിക്കാം, മറ്റ് വിവിധ നാട്ടുരാജാക്കന്മാരായിരിക്കാം, പലരും തമ്മിൽ അവരെ സേഫാക്കിക്കൊണ്ട് എഴുതി വെച്ചത് മാത്രമാണ്. ഇതൊന്നല്ല, നന്നായി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിപ്പോൾ ഏത് വ്യക്തികളാണെങ്കിലും അവരവർക്ക് അനുകൂലമായ രീതിയിൽ നന്നായി ചിന്തിച്ചാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള കുംഭമേള എന്തുകൊണ്ട് 271 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കി എന്ന് മനസ്സിലാവുള്ളൂ. കേരള കുംഭമേള നിർത്തലാക്കി, അത് തുടക്കം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതങ്ങോട്ട് സന്യാസിവര്യന്മാരുടെയും നമ്മുടെ സാധാരണക്കാരായ ഭക്തരുടെയും ഈ ഉള്ളവനെ പോലെയുള്ള എളിയ ഭക്തന്മാരുടെ ഒക്കെ ഒരു ശ്രമങ്ങൾ, എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള മാക്സിമം ശ്രമം ആ ഒരു ഉദ്യമം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള മാക്സിമം ശ്രമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ഏത് രീതിയിലും, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എന്നെ കൊണ്ടാവുന്നത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഭാരതത്തിൽ എന്നും നിലനിൽക്കുന്ന ഓരോരുത്തരും, ആരൊക്കെ ഇപ്പം എൻ്റെ വീഡിയോ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളിലും കുറച്ച്, അതായത് വിദേശത്തും കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്, അതാരെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവരാണെങ്കിലും അവരാൽ കഴിയുന്ന വിധത്തിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉള്ള സഹായം നൽകി പോന്നാൽ തന്നെ വീണ്ടും വീണ്ടും ഈ ഒരു ഉദ്യമം വീണ്ടും പ്രാക്ടിക്കലൈസ് ചെയ്ത് നമ്മുടെ ഭാരതത്തിൻ്റെ, അത് കേരളത്തിൻ്റെ ഒരു പലർക്കും അറിയാം, കേരളത്തിലെ രാഷ്ട്രീയമായും സാമൂഹികമായും വളരെ വളരെ എന്താ പറയുക, വളരെ മോശമായി ഇരിക്കുന്ന ഒരു സാധ്യതയാണ്, സമയമാണെന്ന് ഇപ്പം തന്നെ അറിയാം. ഇപ്പം പല പല സ്വാമിമാരുടെ തന്നെ ചില വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. സ്വാമിയുടെ കുട്ടികളെയും ഭാര്യേനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വാമിയായി പോയതല്ല, അതല്ലേ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കമൻ്റ് ഉണ്ട്. പക്ഷെ അതിനൊരു കാരണമുണ്ടോ? അപ്പം ഞാനീ പറയുന്ന കാരണത്തിന് എനിക്കും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും, പക്ഷെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സോ അതുപോലെ കുറേ വ്യൂവേഴ്സോ ഒന്നും എനിക്കില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അത് റിയാലിറ്റി ആയിട്ട് അത് തുറന്നു പറയണം. നമ്മുടെ കുടുംബം നന്നായി നോക്കിയിരുന്ന ആളാണ്, ഭാര്യയെ നന്നായി നോക്കിയിരുന്നതാണ്, ഇതിന് റിയാലിറ്റി തെളിവുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ അത് നിർത്തലാക്കി? ഇപ്പൊ അമ്മയെ നോക്കുന്നില്ലേ, ഭാര്യയെ നോക്കുന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു റിയൽ ആയിട്ടുള്ള സത്യമുണ്ട്. ഇപ്പോൾ എന്നോട് ആർക്ക് ചോദിച്ചാലും, നേരിട്ട് ചോദിച്ചാലും അതിൻ്റെ റിയാലിറ്റി ഉള്ള കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് വഴി പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മനസ്സിലാവാത്തവന് നേരിട്ട് വന്ന് ചോദിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ